അസ്സലാമു അലൈക്കും. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത്തം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സ്നേഹമുള്ള ഉമ്മമാരെ, സഹോദരിമാരെ, അൽഹംദുലില്ലാ, നമ്മുടെ 5ാമത്തെ ക്ലാസ്സാണിത്. കാഴ്ചക്കാരുടെയും കേൾവിക്കാരുടെയും എണ്ണം കുറവാണെങ്കിലും എനിക്കറിയുന്നത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കും കൂടുതൽ അറിവ് നേടാനും പറ്റും. ഒരു മനുഷ്യന് ആദ്യം വേണ്ടത് അദബാണ്. ഒരു മനുഷ്യൻ്റെ അതവ് അവൻ്റെ സൗഭാഗ്യത്തിൻ്റെയും വിജയത്തിൻ്റെയും മേൽവിലാസമാണ്. അവൻ്റെ അതവിലുള്ള കുറവ് അവൻ്റെ ദൗർഭാഗ്യത്തിൻ്റെയും പരാജയത്തിൻ്റെയും മേൽവിലാസമാണ്. പരസ്പരം കണ്ടുമുട്ടുന്നതും കൂടിക്കാഴ്ച നടത്തുന്നതും പിരിഞ്ഞു പോകുന്നതും എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രീതിക്കായി മാത്രമാകുന്നത് വലിയ പുണ്യമാണ്. മുസ്ലിങ്ങളിൽപ്പെട്ട 2 പേർ പരസ്പരം കണ്ടുമുട്ടുകയും അവരിൽ ഒരാൾ ഹസ്തദാനത്തിന് കൂട്ടുകാരൻ്റെ കൈപിടിക്കുകയും ചെയ്താൽ അവരുടെ 2 പേരുടെയും പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകലും കൈകൾ വേർപിരിയും മുമ്പ് അവർക്ക് പുറത്തു കൊടുക്കലും അള്ളാഹു ബാധ്യത ഏറ്റെടുത്തിരിക്കുന്നു. പിന്നെന്താ നമുക്ക് വേണ്ടത്? ഒരു കാര്യം പറയട്ടെ, ചെറുതായാലും വലുതായാലും നമുക്ക് കിട്ടുന്ന ഏറ്റവും ചെറിയ അറിവ് പോലും പ്രാധാന്യം അർഹിക്കുന്നു. അറിവ് മനുഷ്യനെ കൂടുതൽ ചിന്താശേഷിയുള്ളവനും പക്വതയുള്ളവനുമാക്കുന്നു. സമൂഹത്തിൽ നിലനിൽക്കുന്ന അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഇല്ലാതാക്കാൻ അറിവ് അത്യന്താപേക്ഷിതമാണ്. തൊട്ടിൽ മുതൽ കല്ലറ വരെ അറിവ് നേടണം എന്നാണല്ലോ പഴമൊഴി. ശരിയും തെറ്റും തിരിച്ചറിയാനും ജീവിതത്തിൽ ശരിയായ തീരുമാനങ്ങൾ എടുക്കാനും അറിവ് സഹായിക്കും. മതപരമായ അറിവ് കൊണ്ട് ആത്മീയ ഉണർവും ശരിയായ ജീവിതചര്യയും രൂപപ്പെടുത്താൻ കഴിയും. ഇത് രണ്ടും ഉണ്ടായാൽ മനസമാധാനവും ജീവിതത്തിന് വ്യക്തമായ ലക്ഷ്യബോധവും ഉണ്ടാവും. അറിവുണ്ടായാൽ സഹജീവികളോട് കരുണയും സ്നേഹവും ബഹുമാനവും ഉണ്ടാവും. കൂടാതെ പ്രപഞ്ചനാഥനോടുള്ള ബോധ്യവും ആരാധനാ മനോഭാവവും വളരും. വിജ്ഞാനം, അതായത് അറിവ്, വിശ്വാസിയുടെ നഷ്ടപ്പെട്ടുപോയ സ്വത്താണ്. അത് നേടിയെടുക്കണം. എങ്ങനെയെങ്കിലും കിട്ടുന്നിടത്ത് നിന്ന് നമ്മൾ അറിവ് നേടിയെടുക്കാൻ ശ്രമിക്കണം. എൻ്റെ വാക്കുകൾ കട്ടിയായിപ്പോയെന്ന് തോന്നുന്നു അല്ലേ? ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്ന ഒന്നാണ് തസൗഫ് പഠിക്കണമെന്നത്. തസൗഫ് എന്നത് ഇസ്ലാമിലെ ആത്മസംസ്കരണത്തിൻ്റെയും ആത്മീയതയുടെയും ശാസ്ത്രമാണ്. തസൗഫ് നീട്ടിപ്പറഞ്ഞാൽ ഉദാത്തമായ സ്വഭാവങ്ങൾ ജീവിതത്തിൽ പകർത്തലും ചീത്ത സ്വഭാവങ്ങൾ വെടിയലുമാണ് തസൗഫ്. മനുഷ്യഹൃദയങ്ങളിൽ നിന്ന് അഹങ്കാരം, അസൂയ, ആർത്തി, കപടത, വഞ്ചന, ചതി, പരിഹാസം, കളവ് എന്നിവ നീക്കം ചെയ്ത് ശുദ്ധീകരിക്കലാണ് തസൗഫ്. തസൗഫ് പഠിച്ച് ജീവിക്കാൻ കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു. ദുനിയാവിനോടുള്ള അമിതമായ താല്പര്യം ഉപേക്ഷിക്കുകയും പരലോക വിജയത്തിന് മുൻഗണന നൽകുകയും ചെയ്യും. അള്ളാഹുവിനെക്കുറിച്ചുള്ള നിരന്തരമായ സ്മരണയിലായിരിക്കും നാം. ഇൻഷാ അല്ലാഹ് നമുക്കൊക്കെയും തസൗഫ് അനുസരിച്ച് ജീവിക്കുവാനും അതേപോലെ ജീവിച്ച് മരിക്കുവാനുമുള്ള തൗഫീഖ് അല്ലാഹു തആല നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ.